താമരശ്ശേരി രൂപതാംഗം ഫാദർ എഫ്രേം പൊട്ടനാനിക്കൽ 84 നിര്യാതനായി. ഈരൂട് വിയാനി വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു. 1940 ഫെബ്രുവരി 25 കോട്ടയം ജില്ലയിലെ ആനിക്കാട് പൊട്ടനാനിക്കൽ തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ 10 മക്കളിൽ 9ാമതായി ജനിച്ചു. പിന്നീട് മലബാറിലെ കൂടത്തായിലേക്ക് കുടിയേറിയ അച്ഛന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കൂടത്തായി കോടഞ്ചേരി സ്കൂളുകളിൽ പൂർത്തിയാക്കി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂളിൽ പൂർത്തിയാക്കിയ ശേഷം തലശ്ശേരി രൂപതയുടെ കുന്നോത്ത് മൈനർ സെമിനാരിയിൽ സെമിനാരി പഠനം ആരംഭിച്ചു. തുടർന്ന് ഫിലോസഫി, തിയോളജി പഠനങ്ങൾക്കായി ആലുവ കാർമൽഗിരി സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരിയിലേക്ക് അയക്കപ്പെട്ടു. വൈദിക പരിശീലനത്തിനൊടുവിൽ തലശ്ശേരി സെമിനാരി ചാപ്പലിൽ വെച്ച് 1967 ഡിസംബർ 17 തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിക്കുകയും 1967 ഡിസംബർ 18 വേനപ്പാറ പള്ളിയിൽ വെച്ച് പ്രഥമ ദിവ്യബലിയർപ്പിക്കുകയും ചെയ്തു. 1968 സുൽത്താൻ ബത്തേരി ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി അജപാലന ശുശ്രൂഷ ആരംഭിച്ച എഫ്രേം അച്ഛൻ റിപ്പൺ, അമ്പലവയൽ, വാകേരി, വാളവയൽ, വടക്കനാട് കുരിശുപള്ളികളുടെ ഉത്തരവാദിത്വവും നിർവഹിച്ചിരുന്നു. 1969 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ പൂതമ്പാറ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തു. ഇതേസമയം തന്നെ കരിങ്ങാട് സ്റ്റേഷൻ പള്ളിയുടെ ചുമതലയും നിർവഹിച്ചു. 1973 മുതൽ 1977 വരെ തലശ്ശേരി രൂപതയിലെ മാഞ്ഞോട് ഇടവകയിൽ വികാരിയായി. 1977 ചന്ദനക്കാംപാറ ഇടവകയിൽ വികാരിയും ആഢ്യംപാറ, കാഞ്ഞിരക്കൊല്ലി സ്റ്റേഷനുകളുടെ ഇൻചാർജും ആയിരുന്നു. തുടർന്ന് 1981 പാണത്തൂർ ഇടവകയിലും 1984 മഞ്ഞുവയൽ ഇടവകയിലും 1988 തിരൂർ ഇടവകയിലും വികാരിയായി. തിരൂർ ഇടവകയിൽ സേവനം ചെയ്യുമ്പോൾ കുറ്റിപ്പുറം, പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷൻ പള്ളികളുടെ ചുമതലയും വഹിച്ചിരുന്നു. കുളത്തുവയൽ, കരുവാരക്കുണ്ട്, അശോകപുരം, പാറോപ്പടി, പുല്ലൂരാംപാറ, മലപ്പുറം, കണ്ണോത്ത് എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തിരുന്നു. കമ്മ്യൂണിക്കേഷൻ മീഡിയ ബൈബിൾ അപ്പസ്തലേറ്റിലും അച്ഛൻ സേവനം ചെയ്തിരുന്നു. 2000 നവീകരണ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായി നിയമിതനായ എഫ്രേം അച്ഛൻ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിനായി പിന്നീടുള്ള ജീവിതം ഉഴിഞ്ഞുവെച്ചു. താമരശ്ശേരി രൂപതയിലും കത്തോലിക്ക സഭയിലും നവീകരണ മുന്നേറ്റത്തിൽ പൊട്ടനാനിക്കൽ അച്ഛന്റെ നാമം വിസ്മരിക്കാനാവുന്നതല്ല. 2018 കണ്ണോത്ത് ഇടവകയിൽ നിന്നും ഔദ്യോഗിക അജപാലന ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഈരൂട് വിയാനി വൈദിക മന്ദിരത്തിലേക്ക് വിശ്രമജീവിതത്തിനായി സ്ഥലം മാറി. വിശ്രമജീവിതം നയിക്കുമ്പോഴും കുളത്തുവയൽ നിർമ്മല റിട്രീറ്റ് സെന്ററിൽ ആധ്യാത്മിക പിതാവായി സേവനം ചെയ്തിട്ടുണ്ട്. എബ്രഹാം, ചാക്കോ, ജോസഫ്, മാത്യു, ഏലിക്കുട്ടി, മേരി തുരുത്തിയിൽ, സിസ്റ്റർ ഡിയോഡോറ്റ MC, സിസ്റ്റർ ഫിലോമിൻ SH, ആന്റണി എന്നിവർ സഹോദരങ്ങളാണ്. എഫ്രേം പൊട്ടനാനിക്കൽ അച്ഛന്റെ ഭൗതികദേഹം അന്തിമോപചാരങ്ങൾക്കായി ഈരൂട് സെന്റ് ജോസഫ് പള്ളിയിലെത്തിച്ചു. പൊതുദർശനത്തിനു ശേഷം മൃതസംസ്കാര ശുശ്രൂഷകൾ വൈകുന്നേരം 4 മണിക്ക് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമ്യൂജിയസ് ഇഞ്ചനാനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈരൂട് സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തും. തന്നെ ഏൽപ്പിച്ച ഇടവകകളിലും ഉത്തരവാദിത്തങ്ങളിലും ശക്തമായ നേതൃത്വവും കഠിനാധ്വാനവും ആധ്യാത്മികതയും കൊണ്ട് ജനത്തെ മുന്നോട്ട് നയിച്ച ഈ അജപാലകനെ നമ്മുടെ പ്രാർത്ഥനകളിലും ഓർക്കാം.